Good morning students. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എക്സ്പെക്റ്റേഷൻ വാല്യൂസ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു മാറ്റർ വേവ്സിനെ പറ്റി പറയുമ്പോൾ ഒരു പാർട്ടിക്കിളായിട്ട് അസോസിയേറ്റ് ചെയ്ത് മാറ്റർ വേവ്സ് ഉണ്ട്. അപ്പോൾ മാറ്റർ വേവ്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷന് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലെങ്കിൽ പോലും സൈ സ്ക്വയർ, അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ആൻഡ് ദിസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി വിൽ give the probability for finding a particle in a particular time and at a particular place. അല്ലേ? അപ്പോൾ ഇവിടെ സൈ സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആൻഡ് ഇറ്റ് ഗീവ്സ് ദ പ്രോബബിലിറ്റി ഫോർ ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ എക്സ് ആൻഡ് ഡി എക്സ്. എക്സ് എന്ന് പറയുന്ന പൊസിഷനും എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറയുന്ന പൊസിഷനും ഇടയിലായിട്ട് ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള ഒരു ചാൻസ് ആണ്, ഒരു പ്രോബബിലിറ്റിയാണ് സൈ സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ പോലുള്ള എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ, അതായത് ഇലക്ട്രോണിനെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊസിഷനൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ് പോലുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തുമ്പോൾ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടി വരും. കാരണം ഒരു എക്സിനും എക്സ് പ്ലസ് ഡി എക്സിനും ഇടയിലാണ് നമുക്ക് പാർട്ടിക്കിളിനെ കാണേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കാണേണ്ടതെങ്കിൽ ഓരോ സമയം മെഷർമെൻറ്റ് നടത്തുമ്പോഴും ഒരേ വാല്യൂ എപ്പോഴും കിട്ടണമെന്നില്ല. ഓക്കെ, കാരണം പല ടൈമിൽ പല വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ 4, 5 എന്ന് പറയുന്ന രണ്ട് വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. കുറേ സമയം ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് പറയുന്ന വാല്യൂ കിട്ടും, ചില സമയങ്ങളിൽ 5 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. സോ വി ഹാവ് ടു ടേക്ക് ദി ആവറേജ് ഓഫ് ദിസ് വാല്യൂ. അപ്പോൾ ഇങ്ങനെ ആവറേജ് നമ്മൾ എടുക്കുന്നതിനെയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് we need to make a large number of observation of the particle, then take the mean of all the observed values of the position, and this is called the mean value or expectation value of the position. ഇനി എക്സ്പെക്റ്റേഷൻ വാല്യൂവിനൊരു എക്സ്പ്രഷൻ ഉണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇതാണ്, സൈനാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ് us find the expectation value x at a time t ഓഫ് ദി പൊസിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് ഓരോ സമയം കിട്ടുമ്പോഴും ഓരോ മെഷർമെൻറ്റ് നടത്തുമ്പോഴും നമുക്ക് സെയിം വാല്യൂ അല്ല കിട്ടുന്നത്, ഡിഫറെൻറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മീനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, so along the x-axis in an experimental arrangement such as electron diffraction experiment, suppose we study the position of a large number of electrons n, all of which are described by the same wave function psi of xt. ഇപ്പോൾ നമ്മൾ ഒരു ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോണിൻ്റെ പൊസിഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുക, ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ. ഇനി സപ്പോസ് ദാറ്റ് we make an observation for the electrons position and find the number of electrons with the positions between x and dx. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻറ്റ് നടത്തുന്നു, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദി പൊസിഷൻ എക്സ് ആൻഡ് ഡി എക്സ് വി ഫൈൻഡ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ എക്സിനും ഡി എക്സിനും ഇടയിലായിട്ട്, എക്സ് പ്ലസ് ഡി എക്സിനും ഇടയിലായിട്ട് കുറേ ഇലക്ട്രോൺസിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്സിനും എക്സ് പ്ലസ് ഡി എക്സിനും ഇടയിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? ക്യാപിറ്റൽ എൻ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഈസ് ഇൻ എ പെർട്ടിക്കുലർ പൊസിഷൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബിറ്റ്വീൻ ദി പൊസിഷൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. അത് പ്രോബബിലിറ്റിയുടെ ഒരു ഇക്വേഷൻ. ഇനി നമ്മുടെ വേവ് ഫംഗ്ഷൻ്റെ ഒരു രീതിയിൽ നമുക്ക് പ്രോബബിലിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സൈ സ്റ്റാർ ആണല്ലേ, അല്ലെങ്കിൽ സൈ സ്റ്റാർ സൈ. അപ്പോൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ചെറിയൊരു പൊസിഷനിടയിലാണ്, അതായത് എക്സിനും എക്സ് പ്ലസ് ഡി എക്സിനും ഇടയിലുള്ള ഒരു പൊസിഷനിലാണ് നമ്മുടെ ഇലക്ട്രോണിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സൈ സ്റ്റാർ സൈ ഡി എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. അതാണ് ഇക്വേഷൻ നമ്പർ 2 എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിയുടെ 2 ഇക്വേഷൻ കിട്ടി. ഒന്ന് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി പൊസിഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. മറ്റൊന്ന് വേവ് ഫംഗ്ഷൻ്റെ ഫോർമുലയിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു സൈ സ്റ്റാർ സൈ ഡി എക്സ്. അതായത് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആ പൊസിഷനാണ്, ആ റേഞ്ചാണ്. ദെൻ
അസ്യൂം ദാറ്റ് സൈ ഈസ് നോർമലൈസ്ഡ്. സൈ നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓപ്പറേറ്ററിൽ പറഞ്ഞതാണ് സൈ നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആക്കി എന്നാണ്. സോ ഫ്രം ഇക്വേഷൻ 1 and 2 ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് രണ്ട് പ്രോബിലിറ്റിയും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദി പൊസിഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സിന് എന്താണ്? എൻ ഇൻറ്റു സൈ സ്റ്റാർ എന്ന് എഴുതാം അല്ലേ? അതായത് ഈ പ്രോബിലിറ്റി ദിസ് ഈസ് ഈക്വൽ ടു സൈ സ്റ്റാർ എന്നാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദി പൊസിഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ എൻ എന്താണ്? ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് എൻ ഇൻറ്റു സൈ സ്റ്റാർ സൈ ഡി എക്സ്. ഇനി ഹെൻസ് ദ സം ഓഫ് ഓൾ ദി മെഷേർഡ് വാല്യൂസ് x1 x2 പ്ലസ് xn ഫോർ ഓൾ ദി n ഇലക്ട്രോൺസ് ഈസ് ഗിവൺ ബൈ ഇതേണ്ടേ എല്ലാ ഇലക്ട്രോൺസിനെയും നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ പൊസിഷൻ്റെയും വാല്യൂ ഉണ്ടല്ലോ, അതിൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു xn എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഫുള്ളാണ് എടുക്കുന്നത്, ടോട്ടൽ സ്പേസ് ആണ് എടുക്കുന്നത്. ഇത്രയും നേരം നമ്മൾ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് ആയിരുന്നു. ഇനി അതല്ല, ടോട്ടൽ എടുക്കുമ്പോൾ എങ്ങനെ വരും? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എൻ എക്സ് സൈ സ്റ്റാർ സൈ ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ n താഴേക്ക് കൊണ്ടുവന്നു. സോ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു xn ഡിവൈഡ് ബൈ n എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സൈ സ്റ്റാർ സൈ ഡി എക്സ് എന്ന് എഴുതാം. സോ ഈ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ക്യാൻ ബി റിട്ടേൺ ആസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി എക്സ്. ഈ ഇക്വേഷനാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതൊരു നമ്മൾ ഫംഗ്ഷനാണ്, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, എന്തെങ്കിലും ഒരു ഡൈനാമിക് ക്വാണ്ടിറ്റി ആണ് എഴുതുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ എഫ് ഓഫ് എക്സ് സൈ ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. ഏതിൻ്റെ ആണെങ്കിലും ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് വി ആണെന്ന് വിചാരിക്കുക, പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതും? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആദ്യം സൈ സ്റ്റാർ ദെൻ ഏതിൻ്റെയാണോ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അത്, പിന്നെന്താണ്? സൈ ദെൻ ഡി എക്സ്. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്. അതായത് ഞാനിത് പറഞ്ഞിട്ടില്ല, മൊമെൻ്റ് ഓപ്പറേറ്ററും എനർജി ഓപ്പറേറ്ററും നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നതാണ് മൊമെൻ്റ് ഓപ്പറേറ്റർ ആൻഡ് എനർജി ഓപ്പറേറ്റർ. സോ മൊമെൻ്റ് ഓപ്പറേറ്റർ ഈസ് ഇതാണ്, എനർജി ഓപ്പറേറ്റർ ദിസ് വൺ. അപ്പം നമ്മൾ എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താ എഴുതുക? ഇതാണ് മൊമെൻ്റ് ഓപ്പറേറ്റർ. അപ്പം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആദ്യം സൈ സ്റ്റാർ എഴുതി, ദെൻ വാട്ട് ഈസ് ദ ഓപ്പറേറ്റർ? ഇതാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ അല്ലേ, ഇത് എഴുതി, പിന്നെ സൈ എഴുതി, ഡി എക്സ് എഴുതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം നോക്കിയേ. ഫൈൻഡ് ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഹൂസ് വേവ് ഫംഗ്ഷൻ ഈസ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ്പൊണൻഷ്യൽ എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ പ്ലസ് ഐ കെ എക്സ്. അപ്പം നമ്മുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാലോ, എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ എക്സ് സൈ ഡി എക്സ്. അപ്പം തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാ? തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷൻ ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ സൈ തന്നിട്ടുണ്ട്, സൈ നമുക്ക് തന്നിട്ടുണ്ട്. സൈ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം, നോക്കിയേ, എക്സ് സ്ക്വയർ ബൈ 2, അതായത് എക്സ്പൊണൻഷ്യൽ എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ പ്ലസ് ഐ കെ എക്സ് ആണ്. അപ്പോൾ ഇതാണ് സൈ എങ്കിൽ സൈ സ്റ്റാർ വരുമ്പോൾ എന്ത് വരും? ഇവിടെ മൈനസ് വരും. ഓക്കെ, മൈനസ് ഐ കെ എക്സ് വരും. അപ്പോൾ സൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൈ എന്ന് പറഞ്ഞാൽ ഇ ടു ദ പവർ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് സൈയും സൈ സ്റ്റാറും കൂടി, സൈ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ഇ ടു ദ പവർ എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ പ്ലസ് ഐ കെ എക്സ്. അടുത്ത എന്താണ്? ഇൻറ്റു ഇ ടു ദ പവർ എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ മൈനസ് ഐ കെ എക്സ്. ഇത് സൈ സ്റ്റാർ, ഇത് സൈ. അപ്പോൾ അത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നോക്കിയേ, ഇങ്ങനെയാണ് വാല്യൂ കിട്ടുന്നത്.
ബട്ട് ഈ ഇൻ്റഗ്രലിനകത്ത് ഓഡ് ഫംഗ്ഷനാണ് വരുന്നത്. സോ ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ 0 കിട്ടും. 0 കിട്ടുമ്പോഴത്തേക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം ആണ്. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ വൺ ഡയമെൻഷൻ ഹാസ് ദി വേവ് ഫംഗ്ഷൻ psi ഈസ് ഈക്വൽ ടു ax² ഇൻ ദി ഇൻ്റർവൽ x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു 1 ആൻഡ് 0 elsewhere. Find the expectation value of the position of the particle. The expectation value of the position എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇക്വേഷൻ ആദ്യം തന്നെ എഴുതി. expectation value is integral minus infinity to infinity psi star x psi dx. അപ്പോൾ psi ഓൾറെഡി തന്നിട്ടുണ്ട്, എന്താണ്? ax². അപ്പോൾ psi ax² ആണ്. അപ്പോൾ psi star എന്താണ്? psi സ്റ്റാറും ax² ആണ്. കാരണം എന്താണ്? ഇവിടെ കോംപ്ലക്സ് നമ്പർ അങ്ങനെയൊന്നും വന്നില്ല. സപ്പോസ് a പ്ലസ് ഐ ബി ഇതാണ് psi എങ്കിൽ a മൈനസ് ഐ ബി എന്ത് വരും? psi സ്റ്റാർ എന്ത് വരും? a മൈനസ് ഐ ബി. ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ വന്നാലാണ് നമ്മൾ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ax² മാത്രമായതുകൊണ്ട് സൈയും ax² ആണ്. അതുപോലെ തന്നെ psi സ്റ്റാറും എന്താണ്? ax² ആണ്. അപ്പം നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇവിടെ ഒരു ഡൊമൈൻ ഇത് തന്നിട്ടുണ്ട്, എന്താണ്? ലിമിറ്റ് തന്നിട്ടുണ്ട്, x ഈക്വൽ ടു 0 ടു x ഈക്വൽ ടു 1. സോ 0 ടു 1 ax², അതായത് സൈ, പിന്നെ സൈ, പിന്നെ എക്സ് എഴുതി ദെൻ വീണ്ടും ax² എഴുതി. എന്തുകൊണ്ടാണ്? psi സ്റ്റാർ ദെൻ dx. അപ്പോൾ എയും ഉണ്ടല്ലോ, അപ്പോൾ a² ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ദെൻ ബാക്കി വരുന്നത് x² x². സോ x റേസ് ടു 5. സോ a² ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 1 x റേസ് ടു 5 dx എഴുതി. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു, x ഈക്വൽ ടു 0 ടു x ഈക്വൽ ടു 1. അപ്പം നമുക്ക് ഫൈനലി കിട്ടിയ ആൻസർ a² by 6. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദിസ് x ഈസ് a² by x.